ഇവിടെ നമ്മുടെ ഹീറോ ഒരു പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റെമ്പ് എടുത്ത് ഒരു പന്തിൽ അടിക്കാൻ നോക്കുന്നു. പക്ഷേ അറിയാതെ ആ സ്റ്റെമ്പ് പറന്നുപോയി ആ പെൺകുട്ടിയുടെ തലക്ക് തട്ടി. ആ പെൺകുട്ടി ഹോസ്പിറ്റലിലേക്ക് പോയതും അവളെ കാണാൻ വേണ്ടി കുറച്ച് ഫ്രൂട്ട്സുമായി അവനും ഹോസ്പിറ്റലിലേക്ക് എത്തി. അന്നു മുതൽ അവൻ ആ പെൺകുട്ടിയെ വളരെയധികം സ്നേഹിക്കാൻ ആരംഭിച്ചു. ഒരു ദിവസം അവളുടെ വീടിന് മുന്നിൽ പരിചയമില്ലാത്ത ഒരാൾ നിൽക്കുന്നത് കണ്ട് അവൻ അവിടേക്ക് ചെന്ന് നോക്കുന്നു. പക്ഷേ ഒരു കോള് വന്നത് കാരണം അത് ആരാണെന്ന് അവന് കൃത്യമായി കാണാൻ സാധിച്ചില്ല. പിറ്റേ ദിവസം അവൾ ബാഡ്മിന്റൺ കളിക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് അവൻ അവളുടെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ടൂർണമെന്റിൽ അവൾക്ക് ജോയിൻ ചെയ്യാൻ 3 ലക്ഷം രൂപ അവൾക്ക് ആവശ്യമുള്ളതായി അവൻ അറിയുന്നത്. ആ പണം എങ്ങനെങ്കിലും അവൾക്ക് സംഘടിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവൻ അവന്റെ ബോസിന്റെ അടുത്തേക്ക് ചെന്ന് പണം ചോദിച്ചതും അയാൾ അവന്റെ കയ്യിൽ ഒരു പാർസൽ കൊടുത്ത് നാളെ വൈകുന്നേരം വരെ അത് ആരും കാണാതെ മറച്ചു വെക്കാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അയാൾ അവന് പറഞ്ഞ പണം കൊടുക്കും. സോ ഹീറോയിന്റെ വീട്ടിൽ 3 ദിവസമായി ആരെയും കാണാത്തത് കാരണം അവൻ ആ പാർസലുമായി അവളുടെ വീട്ടിൽ കയറി. ഈ സമയം അവൾ അവന്റെ മുന്നിലേക്ക് വന്ന് അവളെ എവിടെ നിന്നും എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ട് പോകാൻ പറയുന്നു. മുകളിൽ നിന്നും ഒരു ശബ്ദം കേട്ട് അവൻ അവിടേക്ക് പോകാൻ ശ്രമിക്കുന്നത് കണ്ട് അവൾ അവനെ തടയാൻ നോക്കിയെങ്കിലും അവൻ ഇപ്പോൾ പെട്ടെന്ന് മുകളിലേക്ക് കയറി. അപ്പൊ നോക്കിയാൽ ആ ഒരു പെൺകുട്ടിയും അവളുടെ അമ്മയും അവിടെ മരണപ്പെട്ട് കിടക്കുന്നുണ്ട്. താഴേക്ക് നോക്കിയാൽ ആ പെൺകുട്ടിയുടെ ആത്മാവ് അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് അവൻ ഇപ്പോൾ ബോധം കെട്ട് വീഴുന്നു. ഹോസ്പിറ്റലിൽ വെച്ചാണ് അവന്റെ കൂട്ടുകാർ അവനോട് 3 ദിവസങ്ങൾക്ക് മുൻപ് അവൾ മരണപ്പെട്ട കാര്യം പറയുന്നത്. അവരുടെ മരണത്തിൽ ചെറിയ സംശയം തോന്നി നമ്മുടെ ഹീറോ ആണെങ്കിൽ അതിനെക്കുറിച്ച് ഇപ്പോൾ അന്വേഷിക്കാൻ ആരംഭിക്കുന്നു.